ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. പ്രിയമുള്ളവരെ, കരുണയുടെ നൊവേനയും ഈ ഗാനവുമൊക്കെ നമ്മുടെ മനസ്സിൽ എന്നുമെന്നും അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അധിക നാളായിട്ടില്ല ഈ കരുണയുടെ നൊവേനയും ജപമാലയും ഒക്കെ നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയുടെ ഭാഗമായി മാറിയിട്ട്. വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ദൈവം ലോകത്തിന് വെളിപ്പെടുത്തിയ ഈ ദൈവകരുണ എത്രമാത്രം പാപികളായ നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് നാം അനുനിമിഷം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദൈവകരുണയെപ്പറ്റിയും അത് നേഴ്സുമാരായ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയുമൊക്കെ പറഞ്ഞു തരുവാനായിട്ട് ബഹുമാനപ്പെട്ട വിൽസൺ കൊടുങ്ങൂക്കാരൻ അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. നമുക്ക് അച്ഛനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വിൽസൺ അച്ഛ, നമ്മുടെ ഈ കുടുംബത്തിലും സഭയിലും ഒക്കെ ഈ ഒരു കരുണയുടെ പ്രാർത്ഥനകളും കരുണയുടെ നൊവേനകളും ഒക്കെ തീക്ഷ്ണമായി ചെല്ലാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ചെറുപ്പത്തിലൊക്കെ ജപമാലയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും ഒക്കെ കേട്ടിട്ടുള്ളായിരുന്നു. എങ്ങനെയാണ് ഈ ഒരു ദൈവകാരുണ്യ ഭക്തി നമ്മുടെ ഈ ഒരു സഭയിലേക്ക് കടന്നു വന്നത്? കരുണ കൂടുതലായിട്ട് വെളിപ്പെട്ടത് സിസ്റ്റർ ഫൗസ്റ്റീനായിലൂടെയാണ്. കർത്താവിൻ്റെ കരുണ, അതിനെപ്പറ്റി ഫൗസ്റ്റീനായുടെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ. 2000 ആണ്ടിലാണ് സിസ്റ്റർ ഫൗസ്റ്റീനായെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചത്. അതിനു മുൻപേ തന്നെ കരുണയുടെ ജപമാല പ്രചാരത്തിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 1936 മറ്റാണ് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് ഫൗസ്റ്റീനായിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. അതിനുശേഷം പിന്നീട് പതുക്കെ ഇത് പ്രചാരത്തിലേക്ക് വന്നു. 2000 വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിലൂടെ കുറേയും കൂടി പ്രചാരത്തിലേക്ക് വരികയും ഇന്ന് ഒത്തിരി വ്യക്തികൾ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരിയേറെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കർത്താവ് കരുണ വർഷിക്കുന്നവനാണ്. കർത്താവിൻ്റെ കരുണ നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും, എന്നൊരു സംശയമില്ല. ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെടുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവ് കുറേ അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചിത്രം തന്നെ, ഇത് കർത്താവിൻ്റെ തിരുവിലാവിൽ കുത്തിയ ആ കുന്തം കൊണ്ട് കുത്തിയ മുറിവിൽ നിന്നും പുറപ്പെടുന്ന രക്തവും വെള്ളത്തിൻ്റെ പ്രതീകമാണത്. ഒന്ന് ചുവപ്പും ഒന്ന് വെള്ളയാണല്ലോ, ചിലതിലിങ്ങനെ നീലയായിട്ടും കാണിക്കുന്നുണ്ട്. അത് വെള്ളത്തെ പ്രതിനിധീകരിക്കുന്നതാണ്, മറ്റേത് രക്തത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. കർത്താവിൻ്റെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടത് മനുഷ്യ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അവസാനത്തെ തുള്ളി രക്തം പോലും മനുഷ്യ മക്കൾക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ട് ദൈവം അത്രമാത്രം കരുണ വർഷിച്ചാണ് മനുഷ്യന് രക്ഷ നൽകുന്നത്. ഒരു പാപി പോലും നശിച്ചു പോകരുത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ വാക്യം പറയുന്നുണ്ടല്ലോ, ഒരുവൻ പോലും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ആ വലിയൊരു സ്നേഹം കർത്താവ് നമുക്ക് തരുന്നു. ആ കർത്താവിൻ്റെ സ്നേഹമല്ലേ കരുണ എന്ന് പറയുന്നത് തന്നെ. വലിയ ഒരു പ്രകടനമാണ് തൻ്റെ ഏകജാതനം നൽകിക്കൊണ്ട് ദൈവം നമുക്ക് വേണ്ടിയിട്ട് നൽകിയത്. ആ കാഴ്ചവെച്ച വലിയ പ്രകടനമാണത്. കരുണയുടെ ഒരു വലിയൊരു പ്രകടനമാണ്. ഇന്ന് പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ കരുണയ്ക്ക് വലിയ പ്രാധാന്യം, കരുണ ഒത്തിരിയേറെ മനുഷ്യരിൽ പ്രവർത്തിക്കുന്നുണ്ട്. കരുണയ്ക്ക് വേണ്ടി ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയിൽ ഈ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ചയാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് നമ്മൾക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതിനെ നമ്മൾ
പുതുഞേർ എന്നാ പറയുന്നത്. തോമാസ് ലീഹായുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. മലയാറ്റൂരിനൊക്കെ എല്ലാവരും മലകരാനൊക്കെ പോകുന്ന ആ സമയത്താണല്ലോ. അതെ അതെ, ആ ഒരു പ്രാധാന്യം അതിനുണ്ട്. പക്ഷേ ഇന്ന് സഭയിൽ കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കരുണയ്ക്ക് ധാരാളം പ്രാധാന്യം കൊടുക്കുന്നു. കേരളത്തിൽ കരുണയ്ക്ക് പ്രാധാന്യമുണ്ട്. പല ഇടവകകളിലും ഇന്ന് കരുണയുടെ തിരുനാളും ആഘോഷിക്കുന്നുണ്ട്. ഫൗസ്റ്റീനായോട് കർത്താവ് കൊടുത്തൊരു രൂപമാണ് ഈ ഒരു ഛായാചിത്രം ഇങ്ങനെ വരയ്ക്കണമെന്ന് ഫൗസ്റ്റീനായോട് കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഈ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ആ ചിത്രം ഫൗസ്റ്റീന തന്നെ വരച്ചുകൊണ്ട് അത് പ്രചാരത്തിലാക്കുകയും അതിലൂടെ ഒത്തിരി കരുണ മനുഷ്യന് കൊടുക്കുകയും ദൈവം ചെയ്തിട്ടുണ്ട്. ഈ ചിത്രത്തെ വണങ്ങുന്നവർക്ക് ഒത്തിരിയേറെ കരുണ ലഭിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് ഫൗസ്റ്റീനായോട് വെളിപ്പെടുത്തി ഡയറി വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അതൊക്കെ. അങ്ങനെ ഒത്തിരി കരുണയുടെ പ്രവൃത്തികൾ ഇന്ന് കർത്താവ് ലോകത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നല്ലേ. ശരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്കനുസരിച്ച് നമ്മളെ വിധിക്കുവാണെങ്കിൽ നമ്മളിൽ ആർക്ക് നിത്യജീവൻ അവകാശമാക്കാൻ സാധിക്കും? കർത്താവിൻ്റെ കരുണ മാത്രമാണ് നമ്മുടെ രേഖ ആശ്രയം. അതെ, കർത്താവ് ഒരിക്കലും അങ്ങനെ വിധിക്കാനിരിക്കുന്ന ഒരു ശിക്ഷാവിധിക്കാരനല്ല, ന്യായാധിപനല്ല. അച്ഛാ, ഈ പഴയ നിയമത്തിലൊക്കെ ദൈവം നമ്മെ ശിക്ഷിക്കുന്ന ദൈവമാണെന്നാണ് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളത്. പക്ഷേ പുതിയ നിയമത്തിലോട്ട് വന്നപ്പം നമ്മുടെ ഈശോയുടെ കരുണയെക്കുറിച്ചാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഈ ശിക്ഷാവിധിയും കരുണയും ഇത് രണ്ടും കൂടെ എങ്ങനെയാച്ചാൽ നമുക്കൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കി തരാമോ? പഴയ നിയമത്തിൽ പ്രവാചകന്മാരൊക്കെ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് അപ്പാപ്പ പകരം ചോദിക്കുന്ന ദൈവം എന്നുള്ള രീതിയിലാണ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. നീ അനുസരിക്കാൻ തയ്യാറായെങ്കിൽ നീ നന്മ നീ ആസ്വദിക്കും, അതല്ലെങ്കിൽ ധിക്കരിച്ചാൽ നീ ശിക്ഷിക്കപ്പെടും, മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ ഈശോ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് പിതാവായ ദൈവം അങ്ങനെ ശിക്ഷിക്കുന്ന ദൈവമല്ല, മറിച്ച് സ്നേഹിക്കുന്ന പിതാവാണ്. ദൈവവുമായിട്ടുള്ള സമാനതയിലായിരുന്ന, ദൈവത്തോട് കൂടെയായിരുന്നവൻ, അവനാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മളോട്, ദൈവത്തെ കണ്ടിട്ടുള്ളവൻ നമ്മളോട് പറയുന്നത് എന്താ? പിതാവ് സ്നേഹമാണ്, കരുണയാണ്. അതിൻ്റെ പ്രകടനങ്ങൾ ഒത്തിരി നമ്മൾ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് കൊണ്ടുവരുന്നു. അവളോട് കാണിക്കുന്ന വലിയൊരു കരുണയുണ്ട്. ഈശോയ്ക്കറിയാം അവൾ പാപം ചെയ്തവളാണ്, ശിക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നറിയാം. പക്ഷേ അതൊന്നും നോക്കാതെ കർത്താവ് കരുണ വർഷിക്കുകയാണ് അവളിലേക്ക്. ഒരു എഗ്രിമെൻറ്റും ഒന്നും നോക്കാതെ കൊണ്ട്, അല്ലെങ്കിൽ അവൾ എങ്ങനെയുള്ളവളാണ്, ഇനി അവൾ എങ്ങനെ ജീവിക്കും, ഇതൊന്നും നോക്കാതെ കൊണ്ട് അവളെ രക്ഷിച്ച് കരുണ കൊടുക്കുന്ന കർത്താവ്. ഇനി ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ വരുന്ന സമയത്ത് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം, കർത്താവ് കാത്തിരിക്കുക, സ്നേഹിക്കുന്ന പിതാവ് മകൻ നഷ്ടപ്പെട്ട് കാത്തിരിക്കുകയാണ്. അവൻ തിരിച്ചു വരുമ്പോൾ അവനോട് ഒന്നും ചോദിക്കുന്നില്ല. നീ കൊണ്ടുപോയാലും വല്ലതും ബാക്കിയുണ്ടോ? ഇതൊക്കെ നിന്നോട് ഞാൻ പോകരുന്ന് പറഞ്ഞതല്ലേ, നീ കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ, ഇനി നീ ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കോ? അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നൊരു പിതാവ്, അത് വലിയൊരു സ്നേഹമല്ലേ, വലിയൊരു കരുണയല്ലേ. കർത്താവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പഴയ നിയമം പുതിയ നിയമമൊക്കെ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, നമ്മൾ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ദൈവമല്ല, മറിച്ച് നമ്മെ സ്നേഹിക്കുന്ന, രക്ഷിക്കുന്ന ദൈവമാണ്. അതെനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ്, ചിലപ്പോൾ നമ്മളൊക്കെ പറയും ശിക്ഷ, ശാപം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അങ്ങനെ ശപിക്കാൻ പറ്റുമോ ദൈവത്തിന്? ശപിക്കുന്നത് നീ നശിച്ചു പോകട്ടെ എന്ന് പറയുന്നതല്ലേ. അങ്ങനെ ദൈവം പറയുകയാണെങ്കിൽ എന്ത് ദൈവം അത്? അങ്ങനത്തെ ഒരു ദൈവം, അങ്ങനെ ദൈവം ഒരിക്കലും ഒരാളെ ശപിക്കുന്നില്ല. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ, വീട് വെഞ്ചരിക്കാനായിട്ട് അവിടെ ചെന്നു. ഞങ്ങളുടെ ധ്യാനത്തോടനുബന്ധിച്ച് പോയതാണ്. അപ്പോൾ ഒരു വീട്ടമ്മ അവർ പറയാം, അച്ചോ ഞങ്ങളുടെ കുടുംബത്തിന് ഭയങ്കര ശാപ, ഞങ്ങളോ ഞങ്ങളുടെ തലമുറകളോ ഒന്നും ഒരിക്കലും രക്ഷപ്പെടില്ല അച്ഛാ, അത്രയ്ക്ക് ദുഷ്ടതയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ചേച്ചി ഇത്രമാത്രം ഒരു ദുഷ്ടത സംഭവിച്ചേ? അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ചേട്ടൻ ഭയങ്കര കുടിയനാണ്, ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന് കയറി കുരിശുരൂപം മുടിച്ച് അടുപ്പിൽ വെച്ചു, ബൈബിള് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഇതൊക്കെ വലിയൊരു തിന്മയല്ലേ? അപ്പോൾ ദൈവവചനം അത് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കത്തിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെടും, നശിച്ചു പോകില്ലേ എന്നവർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചേച്ചി നിങ്ങളെ അങ്ങനെ ശിക്ഷിക്കാനിരിക്കുന്ന കർത്താവാണോ? അങ്ങനെ ആ ചേട്ടൻ ഒരു കാര്യം ചെയ്തത് എന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ ദൈവം ശിക്ഷിക്കുമോ? അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ കരുണയിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? കർത്താവ് സ്നേഹമാണ് എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. വീണ്ടും മാറി വരാനുള്ള സാധ്യതയില്ലേ
ചേട്ടന് വീണ്ടും മാനസാന്തരപ്പെടാൻ പാടില്ലേ? എൻ്റെ ഒരു അനുഭവം ഈ ഒരു അനുഭവത്തിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു ഉദാഹരണ സഹിതം കർത്താവിൻ്റെ കരുണയെ കുറച്ചുകൂടി വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഇപ്പം നല്ലൊരു മഴ പെയ്യുന്നു. മഴ പെയ്യുമ്പോൾ നമുക്ക് ശുദ്ധമായ ജലമാണല്ലോ മഴവെള്ളം. അത് ശേഖരിക്കാനായിട്ട് നമ്മൾ വലിയൊരു പാത്രം എടുത്ത് മുറ്റത്തോട്ട് വെച്ചാൽ നമുക്ക് ധാരാളം വെള്ളം കിട്ടും. പക്ഷേ നമ്മളത് വലിയ പാത്രമാണ് എങ്കിൽ പെട്ടെന്ന് നിറയും, ഒത്തിരി വെള്ളം കിട്ടും. ചെറുതാണെങ്കിൽ കുറച്ചേ കിട്ടുകയുള്ളൂ, സമയം എടുക്കും. ആവട്ടം കുറവുള്ളതാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഇനി നമ്മുടെ വീട്ടിലൊന്നും ചിലപ്പോൾ വലിയ പാത്രങ്ങളൊന്നും കണ്ടു എന്ന് വരില്ല, ചെറുതൊക്കെ ആയിരിക്കാം. വേണ്ട, എല്ലാം പോട്ടെ, ഒരു കുപ്പിയെങ്കിലും ഉണ്ടാകൂല്ലേ? ഈ കുപ്പിയെങ്കിലും എടുത്ത് മുറ്റത്തോട്ട് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടൂല്ലേ? പക്ഷെ ഞാൻ ആ കുപ്പി മനഃപൂർവ്വം കോർക്കിട്ടടച്ച് കമിഴ്ത്തി വെച്ചു. വെള്ളം കയറുമോ? ഇല്ല. ഒരു തുള്ളി വെള്ളം പോലും അതിൽ കയറാൻ സാധ്യതയില്ല. മറിഞ്ഞു വീണാൽ പോലും ഒരു തുള്ളി കലക്കവെള്ളം പോലും കയറില്ല. ആ ഒരു അവസ്ഥയാണ്. ഇത് ആര് ചെയ്തതാ? ഞാൻ ചെയ്തതാ. എനിക്ക് ബുദ്ധിയുണ്ട്, തമ്പുരാൻ തന്നിട്ടുള്ള ബുദ്ധിയും ബോധമുണ്ട്. എനിക്കറിയാം തുറന്നു വെച്ചാലേ വെള്ളം വരുള്ളൂ എന്ന്. പക്ഷെ ഞാൻ ബോധപൂർവ്വം അത് കോർക്കിട്ടടച്ചു കമിഴ്ത്തി വെച്ചു. അത് എൻ്റെ പ്രവൃത്തിയല്ലേ? കർത്താവ് എനിക്ക് ജ്ഞാനം തന്നിട്ടില്ലേ തുറന്നു വെക്കണമെന്നുള്ളത്? ഇതിന് എനിക്ക് കർത്താവിനെ പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും. എൻ്റെ പ്രവൃത്തിയാണ്. അപ്പൊ കർത്താവ് ഓരോ ദിവസവും മഴ പെയ്യ്ക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലേക്ക് കരുണ വർഷിക്കുന്നു, കൃപകൾ വർഷിക്കുന്നു. ഇത് സ്വീകരിക്കാൻ എനിക്ക് പറ്റാത്തത് കർത്താവിൻ്റെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. അപ്പം ഞാൻ ബോധപൂർവം ചെയ്യുന്ന എൻ്റെ ഹൃദയത്തെ അടച്ചു കളയുന്ന പ്രവൃത്തിയാണ് എൻ്റെ പാപം. ആ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ട് കർത്താവ് പറയുന്നത് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, കർത്താവ് നിന്നോട് ക്ഷമിക്കും. വിശുദ്ധ അഗസ്റ്റിനോട് പോലും ക്ഷമിച്ചതല്ലേ? എത്രയോ പാപി എന്ന് മുദ്ര കുത്തപ്പെട്ടതാ, എന്നിട്ടും അദ്ദേഹം വിശുദ്ധനായില്ലേ, മെത്രാനായില്ലേ? അത് കർത്താവിൻ്റെ കരുണയല്ലേ? എന്തൊരു വലിയ സ്നേഹമാണ്. ഇനി കുറച്ചും കൂടി വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ധൂർത്തപുത്രൻ്റെ ഉപമ തന്നെ ഒരിക്കൽ കൂടി എടുക്കുന്നു. ധൂർത്തപുത്രൻ പോയി പന്നിക്കൂട്ടി കിടന്നത് അവൻ്റെ അപ്പൻ കഴുത്തെ പിടിച്ച് തള്ളി പോയി പന്നിക്കൂട്ടി കിടക്കണമെന്ന് പറഞ്ഞാണോ? അല്ല, ഒരിക്കലും അല്ല. സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണല്ലോ. ഇത് അപ്പനെ കുറ്റം പറയാനുണ്ടോ? ഇല്ല. പോവല്ലേ മോനെ, എന്താ കുറവ്? ഇതൊക്കെ ചോദിച്ചതാ. അവൻ്റെ ഇഷ്ടപ്രകാരം അവൻ പോയി കിടന്ന പന്നിക്കൂട്ടില്. ഇതിന് നമുക്ക് കർത്താവിനെ കുറ്റം പറയാൻ പറ്റില്ല. കർത്താവ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ഇതുപോലെ മഴ പെയ്യുന്നത് പോലെ കരുണ വർഷിക്കുന്നു, നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് നന്മ തരുന്നു, അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. പക്ഷെ സ്വീകരിക്കാൻ പറ്റാത്തത് എൻ്റെ കുറവാണ്, എൻ്റെ പാപങ്ങളാണ്, എൻ്റെ പോരായ്മകളാണ്. അതിനെനിക്ക് കർത്താവിനെ കുറ്റം പറയാനില്ല. എത്ര വ്യക്തമായിട്ടാണ് അച്ഛൻ ഈ കാര്യം ക്ലിയർ ആക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മുടെ തന്നെ കുറവുകളാണ് പലപ്പോഴും ഈ കരുണ സ്വീകരിക്കാനായിട്ട് സാധിക്കാത്തത്. ഈ നമ്മളിപ്പം എത്ര തെറ്റുകൾ ചെയ്താലും പാപം ചെയ്താലും തമ്പുരാന്റെ അടുത്ത് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ആ ധൂർത്തപുത്രന്റെ പിതാവ് സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ കൈനീട്ടിയിരിക്കുകയാണല്ലോ. അപ്പം അത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കും ഈ ലോകത്തിൽ കുറ്റബോധവും അത് കഴിഞ്ഞിട്ടുള്ള നിരാശയും ആത്മഹത്യയും ഒക്കെ ഇങ്ങനെ കൂടി വരുന്നത് അല്ലേ? അതുപോലെ തന്നെ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ആ തെറ്റിനെ ഓർത്ത് ഒരുപാട് വിഷമിക്കും. അതിൽ നിന്നും ഒരിക്കലും ഒരു രക്ഷപ്പെടൽ ഉണ്ടാവത്തില്ല എന്ന വിചാരത്തിൽ വീണ്ടും നമ്മളൊന്ന് പ്രാർത്ഥിക്കുവാനോ ഈശോയുടെ കരുണയെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒന്നും നമ്മൾ സമയം കൊടുക്കാറില്ല. അത് കുറ്റബോധത്തിലേക്ക് നയിക്കുന്നു. അതെ, കുറ്റബോധമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കുണ്ടാകേണ്ടത് പാപബോധം. എൻ്റെ കർത്താവ് കരുണയുള്ള കർത്താവാണ്, എന്നെ സ്വീകരിക്കുമെന്നുള്ള ബോധ്യം അതെനിക്കുണ്ടാകണം. അതുകൊണ്ട് സിസ്റ്റർ ഫൗസ്റ്റീന, വിശുദ്ധ ഫൗസ്റ്റീന എപ്പോഴും പറയുന്നു, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. ഈ കരുണയുടെ തിരുനാളിൻ്റെ അന്ന് എല്ലാവരും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണെങ്കിൽ അവരുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുമെന്ന കർത്താവ് കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. അത് ഫൗസ്റ്റീനായോട് നേരിട്ട് പറഞ്ഞ വാഗ്ദാനമാണ്. എത്ര മഹാപാപിയാണെങ്കിലും തിരിച്ചു വരാനുള്ള വലിയൊരു സാധ്യത കർത്താവിൻ്റെ കരുണ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിൽ വിഷമിച്ച് പോകരുത്, നശിച്ചു പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഉയർത്തു വരാം. ഏതൊരു വ്യക്തിക്കും തിരിച്ചുവരവുണ്ട്. അല്ല, അവസാന നിമിഷമല്ലേ കള്ളൻ രക്ഷപ്പെട്ടത്, നല്ല കള്ളൻ. അതെ, അവസാന നിമിഷം തിരിച്ചു വരാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ട്. തിരിച്ചു വരുന്ന ഏതൊരു പാപിയെയും കർത്താവ് സ്വീകരിക്കും. അതാ കർത്താവിൻ്റെ കരുണയുടെ മഹത്വം. അതുകൊണ്ട് ഒരിക്കലും ദൈവം ശിക്ഷിക്കുന്നവനല്ല, നമ്മളിൽ സ്നേഹവും കരുണയും ചൊരിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അച്ഛൻ, നഴ്സുമാരായ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ കൊളീഗ്സിൻ്റെ ഇടയിലും ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന രോഗികളിലുമൊക്കെ ഒരുപാട് വേദനയിലും നിരാശയിലും കഴിയുന്ന ഒത്തിരി പേരെ കാണാറുണ്ട്. ഈ ഷോയിൽ നിന്ന് ഈ കരുണ സ്വീകരിച്ച് നഴ്സുമാരായ ഞങ്ങൾക്ക് അവരിലേക്ക് എങ്ങനെയാ കൊടുക്കാൻ സാധിക്കുന്നത്? ഞാൻ ഒത്തിരി വിലമതിക്കുന്ന ഒരു ഫീൽഡാണ് ഈ ആതുര ശുശ്രൂഷ രംഗം. ഡോക്ടേഴ്സ്, നഴ്സുമാർ
ശരിക്ക് നിങ്ങൾ നഴ്സുമാർ പറയുന്നത് ഭൂമിയിലെ മാലാഖമാരെന്നാണ്. അത്രയ്ക്ക് വലിയ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ നഴ്സുമാരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, മക്കളെ, നിങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തി കർത്താവിൻ്റെ അത്ഭുതങ്ങളിൽ നിങ്ങൾ പങ്കുകാരാകാണ്. സൗഖ്യ ശുശ്രൂഷ, ഒത്തിരി രോഗികളെ ബൈബിളിൽ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ. ചിലരെ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ, തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു, പല മാധ്യമങ്ങളിലൂടെ ചെളി പൂശിയൊക്കെ ആയിട്ട് സൗഖ്യപ്പെടുത്തുന്നു. ഇതൊക്കെ കർത്താവ് നൽകുന്ന സൗഖ്യമാണ്. ആ ഒരു സൗഖ്യ ശുശ്രൂഷയിൽ നിങ്ങളും കർത്താവിനോടൊപ്പം പങ്കുചേരുകയാണ്. സൗഖ്യം നൽകുന്നത് ദൈവമാണ്. മരുന്നോ ലേപനോ ഔഷധമൊന്നും അല്ല, കർത്താവിൻ്റെ വചനമാണ് സൗഖ്യം നൽകുന്നതെന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ. ആ ഒരു കർത്താവിൻ്റെ സൗഖ്യത്തിൽ നിങ്ങൾ പങ്കുകാരാകുകയാണ് നിങ്ങളുടെ ശുശ്രൂഷയിലൂടെ. അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി കരുണ കൊടുക്കാൻ പറ്റുന്നവരും കൊടുക്കേണ്ടവരുമാണ്. നിങ്ങളുടെ അത്ര വലിയ ഒരു സമർപ്പണം നിങ്ങളുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ദൈവവചനം എത്തിക്കാനും സാധിക്കുന്നത്. എനിക്ക് ഒരു സിസ്റ്ററിനെ അറിയാം. ഈ സിസ്റ്റർ ഡോക്ടറാണ്. ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ പഠിച്ചതൊക്കെ ശാസ്ത്രമാണ്, പക്ഷെ മരുന്നെടുത്ത് കൊടുക്കുമ്പോൾ അതൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മരുന്ന് രോഗിക്ക് കൊടുക്കുന്നു. ഒത്തിരി രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. നിങ്ങളും ഇതുപോലെ ഒരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ എല്ലാ വേദനകളും മറന്നുകൊണ്ട് ശരിക്ക് ഒരു അപ്പൻ അമ്മ മക്കളെ ശുശ്രൂഷിക്കുന്നത് പോലെ നിങ്ങളവരെ ശുശ്രൂഷിക്കുകയാണ്. എന്തോരം പേര് നിങ്ങളോട് വന്ന് നന്ദി പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഒരുപാട് പേര്, ധാരാളം പേര്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഗിഫ്റ്റ് പോലും തന്നിട്ട് പോകുന്നവരുണ്ടാകാം. കാരണം അത്രയ്ക്ക് വലിയൊരു ശുശ്രൂഷയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അത് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ കഴിവ്, നിങ്ങളുടെ ആരോഗ്യം, ഇതൊക്കെ കൊടുക്കുകയാണ് അതിലൂടെ നിങ്ങൾ കർത്താവിൻ്റെ മഹത്വത്തിൽ നിങ്ങളും പങ്കുകാരാകുകയാണ്. അത് വലിയൊരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുന്നു, വിലമതിക്കുന്നു. അത് നിങ്ങൾ നന്നായിട്ട് കൊടുക്കണം. ചില സമയത്തെങ്കിലും നേഴ്സുമാർ വിമർശിക്കപ്പെടാറുണ്ട്. ഞങ്ങൾ അച്ഛന്മാർ ധാരാളം വിമർശിക്കപ്പെടാറുണ്ട്. അത് എല്ലാ അച്ഛന്മാരും തെറ്റുകാരായതുകൊണ്ടാണോ? ഏതെങ്കിലും ചില വ്യക്തികളിലൂടെ വരുന്ന തെറ്റുകൾക്ക് പുരോഹിതവർഗം മുഴുവനും തെറ്റിദ്ധരിക്കപ്പെടുകയും വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു നേഴ്സിലൂടെ വരുന്ന ഏതെങ്കിലും ഒരു പോരായ്മയ്ക്ക് സകല നേഴ്സുമാരും അങ്ങനെയാണ്, മോശമാണ് എന്ന് പറയുന്നതുണ്ട്. പ്രത്യേകിച്ച് നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ കാണുന്ന ചില പ്രവണതകൾ, അത് തെറ്റായ പ്രവണതകളെ ഒത്തിരി വിമർശിക്കുന്ന, അല്ലെങ്കിൽ നേഴ്സുമാരെല്ലാം അങ്ങനെയാണെന്ന് മുദ്ര കൂട്ടുന്ന ഒരു സമൂഹം ഇന്ന് നമുക്ക് മുൻപിലുണ്ട്. പക്ഷേ ഞാൻ പറയും, നിങ്ങൾ അതിന് മൈൻഡ് ചെയ്യരുത്. അതല്ല നിങ്ങളുടെ ശുശ്രൂഷ. നിങ്ങൾ കൊടുക്കേണ്ടത്, കൊടുക്കുന്ന ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ സ്നേഹവും കൂടി പകർന്നു കൊടുക്കാൻ, ആ കരുണ പകർന്നു കൊടുക്കാൻ. ഒരു പക്ഷേ രോഗത്തിൻ്റെ വേദന കൊണ്ട് പൊളയുന്ന ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം, ചിലപ്പോൾ വായിൽ കൊടുക്കുന്ന മരുന്ന് നിങ്ങളുടെ മുഖത്തേക്ക് തുപ്പാം. ഇവിടെയൊക്കെ കർത്താവിനുണ്ടായ ശാന്തതയും ആ സൗമ്യതയും നിങ്ങൾക്കുണ്ടാകണം. ആ സ്നേഹം നിങ്ങൾ കൊടുക്കണം. മദർ തെരേസ ഭിക്ഷയാചിക്കാൻ പോകുന്നു, എൻ്റെ മക്കൾക്ക് വല്ലതും തരണേ. കയ്യിൽ തുപ്പിയപ്പോൾ അത് തുടച്ചു കളഞ്ഞുകൊണ്ട് അത് എനിക്കുള്ളത്, ഇനി എൻ്റെ മക്കൾക്കുള്ളത് എനിക്ക് തരാം. ആ ചോദിച്ചതുപോലെ നിങ്ങളുടെ മുഖത്ത് തുപ്പുകയാണെങ്കിൽ അത് തുടച്ചു കളഞ്ഞുകൊണ്ട് സാരമില്ല എന്നും പറഞ്ഞ് വീണ്ടും അവരെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന വലിയൊരു ദൈവസ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അതാ യഥാർത്ഥമായ കരുണ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ടോ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടോ ഒരു വ്യക്തിയോട് പ്രതികാരം ചെയ്യുന്നതോ അങ്ങനെയൊന്നും ആകുന്ന വ്യക്തികളാകരുത്. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ആയി പോയിട്ടുണ്ട് പലരും. ചില ICUയിലൊക്കെ ചെല്ലുമ്പോൾ ചില അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പങ്കുവെച്ചിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പേഷ്യൻ്റ് ബോധം തെളിയാതിരിക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരു സഡേഷനിൽ കിടത്തിക്കൊണ്ടിരിക്കുന്നു, ബോധം തെളിഞ്ഞാൽ അല്പം വയലൻ്റ് ആകുന്നു, അതൊക്കെയുണ്ട്. ചിലപ്പോൾ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ മനഃപൂർവ്വം ചില വ്യക്തികളെ ഇതുപോലെ ആക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തിന്മ കൂടിയാണ്. കരുണ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ട നിങ്ങൾ ഒരിക്കലും തിന്മയ്ക്ക് കൂട്ടു നിൽക്കാൻ പാടില്ല. നിങ്ങൾ ഒത്തിരി കരുണ കൊടുക്കേണ്ടവരാണ്. അതിലൂടെ അവരും ദൈവവിശ്വാസത്തിലേക്ക് വരും നിങ്ങളുടെ ഈ പ്രവൃത്തിയിലൂടെ. അത് എത്തിക്കാനായിട്ട് ഒരുപക്ഷെ ഞങ്ങൾ പ്രഘോഷിക്കുന്ന വചനത്തെക്കാളൊക്കെ ഉപരി നിങ്ങൾ കൊടുക്കുന്ന ഈ ശുശ്രൂഷയിലൂടെ ദൈവത്തെയും കൂടി ഈ മരുന്നിൽ ചാലിച്ച് കൊടുത്താൽ സൗഖ്യം പ്രാപിക്കും, വിശ്വാസത്തിലേക്കും വരാനുള്ള ഒത്തിരി സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒത്തിരിയേറെ ബഹുമാനിക്കുന്നു, വിലമതിക്കുന്നു. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്കാണ്
ഏറ്റവും കൂടുതൽ ലോകത്ത് കരുണ കൊടുക്കാൻ പറ്റുന്നത്. അതെ അച്ഛാ, കഴിഞ്ഞ ദിവസം തന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഒരു രോഗി വന്നിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി തിരക്കായിരുന്നുകൊണ്ട് അധികം പെട്ടെന്ന് അവരെ എടുക്കാനായിട്ട് സാധിച്ചില്ല. ഇച്ചിരി നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഉണ്ടായിരുന്ന എല്ലാവരെയും ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി. എടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഷൗട്ടിങ് കിട്ടുമല്ലോ എന്ന് ഓർത്തിട്ട്. എനിവേ ഫൈനലി ആ സമയത്ത് ഞാനായിരുന്നു ഫ്രീ ആയത്. എൻ്റെ അടുത്തിട്ട് ആ പേഷ്യൻറ്റ് വന്നു. കട്ടിലെ കൊണ്ടൊക്കെ കിടത്തി ഇഞ്ചക്ഷൻ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു വെയിൻ കിട്ടേണ്ട ഒരു ഗ്ലൂക്കോസ് ആയിരുന്നു കൊടുക്കേണ്ടത്. അപ്പോൾ ഒറ്റ പ്രാവശ്യം എന്നെ കുത്താവുള്ളൂ, അത് കഴിഞ്ഞ് എന്നെ കുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മളെ വീണ്ടും നെർവസ് ആക്കുകയാണല്ലോ ചെയ്യുന്നത്. തമ്പുരാനെ പ്രാർത്ഥിച്ച് കർത്താവെ കരുണയായിരിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഒത്തിരി പ്രാവശ്യം ഷൗട്ട് ചെയ്തെങ്കിലും ഒന്നും മിണ്ടിയില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല. നമ്മൾക്കങ്ങനെയാണ് ബി സൈലൻ്റ് എന്ന് പേഷ്യൻറ്റിൽ കേൾക്കാന്നുള്ളതാണ്. അവസാനം ദൈവം അനുഗ്രഹിച്ച് ഒരു പ്രാവശ്യം കുത്തിയപ്പോൾ കിട്ടി. പിന്നെ പതിയെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി കണ്ടു, സംസാരിച്ചു. പോകാൻ നേരത്ത് ആ പേഷ്യൻ്റ് കെട്ടിപ്പിടിച്ച് ആ ചേച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ സോറി, അന്നേരത്തെ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞതാണ് എന്നാൽ ഒത്തിരി സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. ഞാനത് വിശ്വസിക്കുന്നു. അത് എൻ്റെ മഹാത്മ്യവും ഞാൻ ചെയ്തതിൻ്റെ ഒന്നുമല്ല, കർത്താവിൻ്റെ കരുണ അവിടെ ഒഴുകി ഇറങ്ങിയപ്പോഴാണ് ആ ഒരു ചേച്ചിയുടെ മനസ്സിൽ ആ ഒരു സ്നേഹം ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ ശരിക്കും വ്രതം ചെയ്ത് ജീവിക്കുന്ന ഞങ്ങളെപ്പോലെ തന്നെ ഒരു വ്രതബദ്ധ ജീവിതം നയിക്കുന്നവരാണ് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നാലും ഒരു ഓത്തെടുക്കുന്നുണ്ടല്ലോ അല്ലേ? അതെ അതെ, അതുണ്ട്. പക്ഷെ നിങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു ഈശോയെ കൊടുക്കാനായിട്ട് സാധിക്കുന്നവരും അങ്ങനെ ഒരു വ്രത ജീവിതത്തിലൂടെ മുന്നോട്ട് പോകേണ്ടവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതൊക്കെ. ഈ ഒരു ക്ഷമ അത് നിങ്ങൾ കാണിക്കുമ്പോൾ രോഗി തീർച്ചയായിട്ടും സൗഖ്യപ്പെടും. അതാണ് കർത്താവിൻ്റെ കരുണ, കർത്താവ് നൽകുന്ന ക്ഷമ. അതല്ലേ നമുക്ക് കൂടുതൽ ലോകത്തിന് കൊടുക്കാനുള്ളത്. ഇന്ന് ഈ ലോകത്ത് ക്ഷമയുടെ കുറച്ചെങ്കിലും ഒരു അംശം, ഈ കരുണയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ ഏതെങ്കിലും യുദ്ധങ്ങൾ ഉണ്ടാവൂ? ഇല്ല. എന്തെങ്കിലും സ്പർദ്ധ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകും. ഈ തമ്മിത്തല്ലും പ്രശ്നങ്ങളും ഉണ്ടാകും. ഈ കരുണ എന്ന ഈ വാക്കിന് വലിയ വിലയുണ്ട്. അതിന്ന് നമ്മുടെ ലോകത്ത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന സ്വാർത്ഥത, എല്ലാം എനിക്ക് വേണം, അങ്ങനെ ഒരു ചിന്തയാണ് വരുന്നത്. അവിടെ സിസ്റ്റർ ഫൗസ്റ്റീനയുടെ പ്രാധാന്യം ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തുന്നത്. പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട്, അവരിൽ കർത്താവിൻ്റെ കരുണ വർഷിക്കാൻ വേണ്ടിയിട്ട്. ഈ മരണസമയത്തൊക്കെ കരുണക്കൊന്ത ചൊല്ലുന്നവർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഫൗസ്റ്റീനയുടെ ദൈവം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു കരുണയുടെ പ്രകടനം നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ മറ്റുള്ളവരിലൂടെയും ആ കരുണ കൊടുക്കപ്പെടും. നമ്മൾ കൊടുക്കുന്നതേ നമുക്കും കിട്ടും. അത് മറ്റുള്ളവർ നമ്മൾ കൊടുത്താൽ അത് മറ്റുള്ളവർ വേറെ പലർക്കും കൊടുക്കുകയും ചെയ്യും. നമ്മൾ തിന്മയാണ് കൊടുക്കുന്നതെങ്കിൽ തിക്താനുഭവം കിട്ടിയൊരു വ്യക്തി, മുറിപ്പെട്ട വ്യക്തി മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ തിക്താനുഭവം ലഭിച്ച വ്യക്തി മറ്റൊരാൾക്കും തിക്താനുഭവം കൊടുക്കും. പക്ഷേ നിങ്ങൾ ഈ നേഴ്സിംഗ് ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ കരുണ കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഏറ്റവും കരുണയുടെ വക്താക്കളായി തീരണമെന്നാണ് എൻ്റെ ആഗ്രഹം, പ്രാർത്ഥന. അച്ഛൻ, ഞാൻ ജയിലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണ്. അപ്പോൾ കൂടുതലും ഇങ്ങനെ ഈ തിക്താനുഭവങ്ങളൊക്കെ ഒരുപാട് എനിക്കുണ്ടായിട്ടുണ്ട്. രോഗികളിൽ നിന്നും അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ ഈ രോഗികൾ നമ്മൾ അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു 70% ആളുകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ അച്ഛൻ ഇപ്പോൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇനി എൻ്റെ മുമ്പോട്ടുള്ള ജോലിയിൽ എനിക്കൊന്ന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൂടുതലും അവരിലൂടെ ഇച്ചിലൂടെ കരുണയോടുകൂടി പെരുമാറുവാനും, അതിലൂടെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിൽ അവർ കുറച്ചുകൂടെ ആയതുകൊണ്ട് എനിക്കും കുറച്ചുകൂടെ ആയിട്ട് നിന്നാലുള്ളൂ എനിക്ക് അവിടെ എൻ്റെ ജോലിയിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ അച്ഛൻ ഈ കരുണയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞതുകൊണ്ട് എനിക്കിനിയുള്ള എൻ്റെ ജോലിയിൽ കൂടുതൽ കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു നല്ലൊരു പടി കൂടി കൂടുതൽ കരുണയോടുകൂടി അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് എനിക്ക് ഒരു പ്രചോദനമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ആയിരിക്കണം. പ്രത്യേകിച്ച് ജയിൽ പുള്ളികളുടെ അടുത്താകുമ്പോൾ മറ്റാരേക്കാളും കൂടുതൽ വേദന അനുഭവിക്കുന്നവരവർ. അവർ പിടിക്കപ്പെട്ടതുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതെ, പിടിക്കപ്പെടാതെ വലിയ ആളുകളെ പോലെ നടക്കുന്നവർ ധാരാളം അവരെക്കാളും വലിയ കുറ്റവാളികൾ പുറത്തുണ്ടാകും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവർ മഹാപാപികൾ, കുറ്റവാളികൾ വിധിക്കുന്നു. കർത്താവാണെങ്കിൽ അവർ വിധിക്കുമോ? ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഒരിക്കലും അങ്ങനെ കർത്താവ് വിധിക്കില്ല. അവരെയും ചങ്കോട് ചേർത്ത് പിടിക്കുന്നവനല്ലേ നമ്മുടെ ദൈവം. അതെ, അതുകൊണ്ട് അവരെയും ചേർത്ത് പിടിക്കണം. അവർ ജയിലിൽ നിന്ന് എന്തോരം പേര് മാനസാന്തരപ്പെട്ട് വലിയ വചനപ്രഘോഷകരായിട്ട് മാറിയിരിക്കുന്നു. അവർ കുറ്റവാളികളെന്നും പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ടവരാ. അതെ, അവർക്ക് കിട്ടിയ ഈ ദൈവത്തിൻ്റെ കരുണയാണ് അവരെ മാനസാന്തരാനുഭവത്തിലേക്ക് നയിച്ചത്.
അവരിന്ന് ഒത്തിരി ആതുര ശുശ്രൂഷ രംഗത്തും വചനപ്രഘോഷണ രംഗത്തും പ്രവർത്തിക്കുന്ന നിരവധി ജയിൽ പുള്ളികളായിരുന്നവർ ഇന്നുണ്ട്. എനിക്ക് അതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് മരിയ ഗൊരേത്തിയെ കൊന്ന അലക്സാണ്ടർ. എനിക്ക് അവിടെ സന്ദർശിക്കാൻ സാധിച്ചു. അത് വലിയൊരു അനുഗ്രഹമായിട്ടുണ്ട്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ അതൊക്കെയുണ്ട്. അദ്ദേഹം പിന്നീട് ഒരു സന്യാസ ജീവിതം നയിക്കുകയായിരുന്നു ജയിലിൽ നിന്ന് തിരിച്ചു വന്നിട്ട്. മരിയ ഗൊരേത്തിയുടെ ഒറ്റ പ്രാർത്ഥന, അലക്സാണ്ടർ ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു, മരിക്കാൻ പോകുന്ന സമയത്തും പറഞ്ഞത് അതല്ലേ? ആ ഒരു കരുണയല്ലേ അലക്സാണ്ടറിനെ മാനസാന്തരപ്പെടുത്തിയ. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ റാണി മരിയെ കുത്തിക്കൊന്ന ആ മനുഷ്യൻ, അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അതിന് ഏറ്റവും മുൻപിൽ നിന്നത് റാണി മരിയുടെ അനുജത്തിയ, ഒരു സിസ്റ്റർ തന്നെയാണ്, സൽമ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നത്. ആ സഹോദരിയുടെ ഇടപെടൽ, വീട്ടിൽ വന്നു, അമ്മയെ കണ്ടു, അപ്പനെ കണ്ടു, മാപ്പ് പറഞ്ഞു, വീട്ടിൽ വന്ന് അവരൊക്കെ ആയിട്ട് വന്ന് സംസാരിച്ചു. എന്തൊരു കരുണയാണ് തമ്പുരാൻ്റേത്. അതെ, അമ്മ ചോറ് വാരി കൊടുക്കുന്ന ആ ഒരു ശരിക്കും ഒരുപാട് എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സീൻ കണ്ട ഒരാൾ യൂറോപ്പിൽ എവിടെയും കണ്ടാണ്, ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ പ്രശ്നത്തിലായിരുന്നു, അവർ വീണ്ടും രമ്യതയിലായെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ്. അത് നമ്മളിലൂടെയാണ് കർത്താവിൻ്റെ കരുണ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ കരുണ കൊടുക്കണം, കരുണയുടെ വാക്താക്കളാണ്. ഞങ്ങൾക്കും നിങ്ങൾക്കും അത് ഏറ്റവും കൂടുതൽ സാധ്യമായ ഒരു മേഖലയാണ്. ഞങ്ങൾ സന്യസ്തർ, നിങ്ങൾ നേഴ്സുമാർ, അത് കൂടുതൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ആശംസകളും. താങ്ക് യു അച്ഛാ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഈ കരുണയുടെ ഈ ഒരു സാഹചര്യം നമ്മൾ മുൻപിലെടുത്തുകൊണ്ട് നമുക്ക് സിസ്റ്റർ ഫൗസ്റ്റീനായിലൂടെ വെളിപ്പെടുത്തി തന്ന ഈ കരുണയുടെ ജപമാല അതിന്ന് ഏറ്റവും പ്രചാരത്തിലുള്ളതാണ്. അതിൻ്റെ ആ ഈരടികൾ നമുക്കൊന്ന് ആലപിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാം പീഠാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ, ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ. ശംശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വിൽസനച്ചൻ എത്ര മനോഹരമായിട്ടാണ് ഉദാഹരണ സഹിതം ദൈവകരുണയെപ്പറ്റിയും അത് നാം സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്നും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കേണ്ടതെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. നമുക്കറിയാം, നാം ഇന്ന് കടന്നു പോകുന്ന ഈ ലോകത്തിൻ്റെ സാഹചര്യം വളരെയധികം തിന്മകളിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസമാണ് ദൈവകരുണ. ലോകം മുഴുവനുള്ള സകല നേഴ്സുമാരിലും ഈ ദൈവകരുണ നിറയുവാനും അത് നമ്മുടെ മുമ്പിൽ വരുന്ന നിരാശയിലും കുറ്റബോധത്തിലും വേദനയിലും കഴിയുന്ന എല്ലാ രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ പങ്കുവെച്ചു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും
കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.